ഞങ്ങൾ വളരെ ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത്. പക്ഷെ രാജ്യവ്യാപകമായി ഈ ഒരു മതരാഷ്ട്ര ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനഃപൂർവമായ ശ്രമമാണ്. ഇത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ്. അപ്പോ പള്ളികൾ തേടി എന്നിട്ട് അത് പൊളിച്ച് അതിനൊരു ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട് ഇപ്പൊ കേരളത്തിലും തുടങ്ങിയല്ലോ. തൃശ്ശൂരില് ക്രിസ്ത്യൻ പള്ളി പഴയ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഹീനമായ ആക്രമണങ്ങളാണ്. കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. ഒരു സെക്കൻഡും കൂടി, ഇത് നടത്തുന്നത് ആര് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ മതപരമായ വികാരം കുത്തിയിളക്കി അതിന്റെ പ്രചാരകനായി ഈ രാജ്യം മുഴുവൻ നടക്കുന്നത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നിർഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റിയത്. ഇത്രയും വലിയ മതേതരത്വം ഉണ്ടാക്കിയ ഒരു രാജ്യത്ത് അതിനെ തകർക്കാൻ വേണ്ടി മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ ഒരു പ്രധാനമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ നിങ്ങളത് വളരെ കെയർ എടുക്കേണ്ട വിഷയമാണ്. മനസ്സിലേക്ക് എത്തിക്കേണ്ട വിഷയമാണിത്. ഒരു പ്രധാനമന്ത്രി അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കുകയാണ്. അവിടെ അമ്പലമുണ്ട്, ഇവിടെ അമ്പലം ഉണ്ടാക്കണം, ലോകം മുഴുവൻ അമ്പലം ഉണ്ടാക്കാൻ പോവാണ് പുള്ളി. എന്ത് പ്രധാനമന്ത്രിയാണിത്? എന്ത് മതേതരത്താണ് ഇവിടെ? ഏത് മതേതരത്വത്തിന്റെ കാവൽ പഠന ഈ പ്രധാനമന്ത്രി ആലോചിക്കണ്ടേ?